അജിത് കുമാർ സാർ, ഇപ്പോൾ 24 മണിക്കൂറാകുന്നു നമ്മൾ ഇതേ വിഷയം ചർച്ച ചെയ്തിട്ട്. കഴിഞ്ഞ ദിവസം രാത്രി ഇതേ വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇത് ചർച്ച ചെയ്തപ്പോൾ താങ്കൾ പറഞ്ഞത് ഈ കേസ് എവിടെയും എത്താൻ പാകത്തിലൊന്നുമില്ല. അപ്പോൾ ഷൈൻ ടോം ചാക്കോ ഡാൻസ് ഓഫ് സംഘം എത്തുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങി ഓടിയത്, അത് അയാൾക്ക് ഓടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ടെലിഫോണിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ആളുകളുമായി ഫോണിൽ വിളിക്കുന്നത് ഒരു കുറ്റകൃത്യമല്ല. അങ്ങനെ നോക്കുമ്പോൾ ഷൈനിനെ പിടിക്കാനോ അറസ്റ്റ് ചെയ്യാനോ നിയമത്തിന് മുന്നിൽ നിയമത്ത് വഴി ശിക്ഷിക്കാനോ ഉള്ള ഒന്നും താങ്കൾ കഴിഞ്ഞ ദിവസം ഈ കേസിൽ കണ്ടിരുന്നില്ല. ഇന്ന് 24 മണിക്കൂറിന് ശേഷം ഈ സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പോൾ, അതായത് ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലാകുന്നു, അയാൾ ലഹരി ഉപയോഗം നടത്തുന്നുണ്ട് എന്ന് പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നു. അതിനു പുറമെ ഈ ലഹരി വ്യാപാരം എങ്ങനെയാണ് നടക്കുന്നത് എന്നത് മൊഴിയിലൂടെ പറഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലും അജിത് കുമാർ സാർ, താങ്കൾ പറയുമോ ഷൈനിന് എളുപ്പത്തിൽ ഊരിപ്പോരാൻ കഴിയും എന്ന്? ഈ കേസ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുക. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് 20,000 രൂപയുടെ ട്രാൻസാക്ഷൻ്റെ കാര്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഫ്രഷായിട്ട് വെളിച്ചത്ത് വന്നൊരു സംഭവമാണ്. 20,000 രൂപയ്ക്ക് ഒരു ഡ്രഗ് മണിക്കുള്ള ട്രാൻസാക്ഷൻ ആണെന്ന് പോലീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ വരികയും അത് കിട്ടിയ ഒരാളെ ട്രേസ് ചെയ്യുകയും ചെയ്യും. പോലീസ് ചെയ്യാതിരിക്കത്തില്ല, ചെയ്യും. കാരണം അത് വളരെ എളുപ്പമാണ്. അപ്പോൾ ഏത് അക്കൗണ്ടിലോട്ടാണ് പോയത്, ആരാ അതിൻ്റെ ആൾ, അതിൻ്റെ അക്കൗണ്ട് ഹോൾഡർ എവിടുന്ന് ആ പൈസ വിഡ്രോ ചെയ്തിട്ടുള്ളൂ, ആ പൈസ എങ്ങോട്ട് പോയി, ഇതൊക്കെ വളരെ എളുപ്പം പോലീസിന് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കുകയും അയാൾ അറസ്റ്റിലാവുകയും അയാളുടെ കൺഫ്യൂഷൻ വെച്ചിട്ട് ഇദ്ദേഹം ഇതിന് വേണ്ടി ഡ്രഗിന് വേണ്ടിയിട്ടാണ് ഈ പൈസ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 29 കൂടെ വരും. വേറെ കൂട്ടുപ്രതി ഇതിനകത്ത് വരും. കൂട്ടുപ്രതി കഴിഞ്ഞാൽ ഈ കേസിൻ്റെ നേച്ചർ മാറും. ഇപ്പോഴത്തെ ഈ അറസ്റ്റ് നിൽക്കത്തില്ല, ഇതിൻ്റെ സിറ്റുവേഷൻ മാറും. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് വരുന്ന ആളൊരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആയിട്ട് പിടിക്കപ്പെടുകയാണെങ്കിൽ വളരെ മോശമായ ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ആൻ ഈസി കേസ്. പോലീസിൻ്റെ ഇപ്പോഴത്തെ കറക്റ്റ് സ്റ്റെപ്പാണ്. അവർ മനഃപൂർവ്വമാണ് സെക്ഷൻ 29 27 ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാതെ മനഃപൂർവ്വം ചെയ്തത്. അത് ഇപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്തത് മനഃപൂർവ്വം. ഇന്നലെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നേരത്തെ ജോർജ് ജോസഫ് പറഞ്ഞ പോലെ സാമ്പിൾസ് എടുക്കാൻ പറ്റൂ. പക്ഷേ സാമ്പിൾസൊക്കെ നെഗറ്റീവ് ആകാനാണ് വഴി. നഖത്തിൽ നിന്നും ബ്ലഡിൽ നിന്നും ഹെയറിൽ നിന്നും കിട്ടത്തില്ല. കാരണം അതൊക്കെ വാഷ് ഔട്ടായി പോയിട്ടുണ്ടാവും, ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ടിൽ എസ്റ്റർഡേ ഈയിടെ വെരി ഗുഡ് എക്സ്പ്ലനേഷൻ. പക്ഷേ ഈ 20,000 രൂപയുടെ ട്രാൻസാക്ഷൻ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു ഇഷ്യൂ ആണ്. അതിന് വളരെ സുന്ദരമായ ഒരു എക്സ്പ്ലനേഷൻ കണ്ടുപിടിക്കുകയും വളരെ പ്ലോസിബിളായിട്ട് കോടതിയിൽ നമുക്കത് പറയാൻ പറ്റുന്ന ഒരു എക്സ്പ്ലനേഷൻ കണ്ടുപിടിക്കേണ്ട ഒരു ബാധിക പ്രതി എന്നുള്ളതിൽ ഇദ്ദേഹത്തിന് വരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ നമുക്ക് കുരുക്കാവും. അതാണ് എനിക്ക് പറയാനുള്ളത്. അജിത് കുമാർ സാർ, അപ്പോൾ ഇതിനകത്ത് താങ്കൾ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു പോയിന്റ് അപ്പോഴും കിടക്കുന്നില്ലേ? അതായത് ഇപ്പോൾ ഈ പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ള മുടിയാണെങ്കിലും നഖമാണെങ്കിലും രക്തമാണെങ്കിലും ഒക്കെ ഒരുപക്ഷെ അതിൽ നിന്നൊന്നും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നതിനൊന്നും തെളിവ് ചിലപ്പോൾ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. ഈ 20,000 രൂപയുടെ ട്രാൻസാക്ഷനും ഒരുപക്ഷെ നേരിട്ട് ഒരു ഡ്രഗ് ഡീലറുമായിട്ട് നടത്തിയിട്ടുള്ളതാകണമെന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ പോലീസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇപ്പോൾ കുറേ കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഷൈൻ ഏതൊക്കെ സെറ്റുകളിൽ പോയിട്ടുണ്ട്, യാത്ര നടത്തിയ കാര്യങ്ങൾ, പുറത്തേക്ക് പോയ സന്ദർഭങ്ങൾ, ഏതൊക്കെ ഹോട്ടലുകളിൽ താമസിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങൾ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇതൊക്കെ പരിശോധിക്കുമ്പോഴും ഡ്രഗ് ഉപയോഗിച്ചു എന്നുള്ളതിനും ഡ്രഗ് കൈമാറ്റം ചെയ്യാൻ വേണ്ടി നിന്നു എന്നതിനും പ്രേരണ നടത്തി എന്നുമൊക്കെയുള്ള ഈ ചുമത്തപ്പെട്ട വകുപ്പുകൾ സ്ഥാപിക്കുക കോടതിയിൽ എന്നത് അത്ര എളുപ്പമായിരിക്കുമോ? അതായിരുന്നു സാർ എൻ്റെ ചോദ്യം, ടു ബി വെരി സ്പെസിഫിക്. അല്ല, ഇത് വിചാരിക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു പ്രതി ഇപ്പോൾ പോലീസിന് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഡ്രഗ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റോ പ്രൈമാ ഫേസി കോർട്ടിൽ അഡ്മിസിബിൾ ആയിരിക്കത്തില്ല. അത് ശരിയാണ്. പക്ഷേ അതേസമയം അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ടൂളാണ്. അതിന് വേണ്ടിയിട്ടാണ് അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരുപാട് കാര്യത്തിലേക്ക് ലീഡ് ചെയ്യും. ഇപ്പോൾ ഈ 20,000 രൂപയുടെ ഇതെന്തിനു വേണ്ടി കൊടുത്തു, ഇത് ആരുടെ കയ്യിൽ ഈ രൂപ പോയി, ഈ രൂപയുടെ പോലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്രഗ് ട്രാൻസ്ഫർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ വളരെ ഓബ്വിയസ് അല്ലേ. ഇത്രയും കാര്യം തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ലയബിലിറ്റി ഇപ്പുറത്തോട്ട് വരികയല്ലേ, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ലയബിലിറ്റി വരികയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കേസ് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയി. നോട്ട് ലൈക്ക് യെസ്റ്റർഡേ. ടുഡേ ഒരു സ്റ്റെപ്പ് അഹെഡാണ്. ഒരു പുതിയ വാതിൽ ഈ കേസിൽ തുറന്നിട്ടുണ്ട്, നോ ഡൗട്ട്. കൂടുതൽ അക്യൂസ് ഈ കേസിനകത്ത് വരും, കൂടുതൽ ആൾക്കാരുമായിട്ടൊക്കെ ലിങ്ക് വരും. ലെറ്റസ് സീ, നമുക്കത് കഴിഞ്ഞിട്ട് കാണാം. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മനഃപൂർവ്വം തന്നെയാണ് അഡീഷണൽ സെക്ഷൻ ഇടാതെ പോയിരിക്കുന്നത്. കാരണം അതിൻ്റെ ടൈം വരട്ടെ, വിൽ ഡു ഇറ്റ്. അതിന് വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. അല്ല, അവർ മനഃപൂർവ്വമാണ് അഡീഷണൽ സെക്ഷൻസ്. ജോർജ് സാർ പറഞ്ഞില്ലേ, അത് പറഞ്ഞത് അഡീഷണൽ സെക്ഷൻസ് പോലീസ് ഇടാതെ പോയിട്ടുള്ളത് നോട്ട് ബിക്കോസ് അവർ സ്റ്റുപ്പിഡ് ആയതുകൊണ്ടല്ല, അവർ വളരെ ഇൻ്റലിജൻ്റ് ആയതുകൊണ്ട്. അവർ മനഃപൂർവ്വം അവരതിൻ്റെ ടൈം വന്നിട്ടില്ല. അതിനകത്ത് ഇനിയിപ്പോൾ കൂടുതൽ അറസ്റ്റ് വരും, കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വരും, കൂടുതൽ മണി റിക്കവറീസ് വരും, എവിടെന്നെങ്കിലും ഡ്രഗിൻ്റെ സോഴ്സ് വരും, എവിടെന്നെങ്കിലും അവർക്ക് ഡ്രഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഫിസിക്കൽ എവിഡൻസ് ആവും. ഇതൊക്കെ ഫിസിക്കൽ എവിഡൻസ് ആയിക്കഴിഞ്ഞാൽ മറ്റേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അവർക്കൊരു ഇമ്പോർട്ടൻറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ടൂളല്ലേ. ദേ ക്യാൻ ഡെഫിനറ്റ്ലി റിലേ ദാറ്റ്.
ഇത് കോടതിയിൽ ഒരുത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ, ബിക്കോസ് ഇറ്റ് ഇസ് എ പോലീസ് കൺഫെഷൻ. പക്ഷേ അതൊരു ഷുവർ ആൻഡ് ടെസ്റ്റഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ടൂളാണ്. അത് കൂടുതൽ കുഴപ്പത്തിലോട്ട് പോകും, കൂടുതൽ സെക്ഷൻസ് ഇതിനകത്തോട്ട് വരും. വന്നു കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബിക്കം എ ബിഗർ കേസ്. ആൻഡ് ഒരുപാട് ആൾക്കാർ ഇതിനകത്ത്, കൂടുതൽ ആൾക്കാർ ഇത് പ്രതിവർഗത്തിലോട്ട് വരാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ദിവസം കൊണ്ട് ഇതിനകത്ത് ഒരു പുതിയ വാതിലുകൾ തുറന്നു. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അതെന്താണെന്നുള്ളത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പറയാൻ പറ്റത്തുള്ളൂ. ശരി, ഞാൻ എൻ്റെ ഊഹം കൊണ്ട് പറയുന്നു, അത്രേ ഉള്ളൂ.